അറസ്റ്റിലായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ലൈംഗിക അതിക്രമം എന്ന ആരോപണത്തിന് പിന്നാലെ ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പരാതിക്കാരി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. കസ്റ്റഡിയിലായിരിക്കുന്നു. മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയെ കസ്റ്റഡി എടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. വടകരയിൽ നിന്നാണ് പ്രതിയെ കണ്ടെത്തിയത്. പ്രതി ഒളിവിലാണെന്നുള്ള വിവരങ്ങളൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിഞ്ഞാണായിരിക്കും. ചവന്തീനി അല്ലെങ്കിൽ റീൽസ് കൊലയാളി എന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പേരിട്ട് വിളിച്ച ആ ഒരു ദുഷ്ടയായ സ്ത്രീയെ കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ട് അവൾ അങ്ങോട്ട് വൈറലായോള് ഒളിച്ചിരുന്നാൽ എത്ര ദിവസം ഒളിച്ചിരിക്കാൻ പറ്റും? ഒളിച്ചിരുന്ന അവളെ വടകരയിൽ നിന്നും നമ്മുടെ കേരള പോലീസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളക്കര മൊത്തത്തില് ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ അവൾ ഒളിവിൽ പോയ എന്നറിഞ്ഞ നിമിഷം മുതൽ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അവളെ ഒന്ന് കണ്ടുപിടിക്കുക, അവള് ജയിലിൽ കിടക്കട്ടെ, അവൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പാവപ്പെട്ട മനസ്സാക്ഷിയുള്ള ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമന്റുകളായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വടകരയിലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഇവളെ പിടിച്ചിരിക്കുകയാണ്. ഒരു ബന്ധുവിന്റെ വീട്ടിലായിരുന്നു ഇവള് താമസിക്കുന്നുണ്ടായിരുന്നു. വടകരയില് കൊയിലാണ്ടിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തതിനു ശേഷം മെഡിക്കലെല്ലാം എടുത്തതിനു ശേഷം അവളെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ളൊരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ എന്തായാലും വടകരയിൽ നിന്നാണ് പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഷിംജിത നേരത്തെ നൽകിയിരുന്നതാണ്. പ്രതിയെ കണ്ടെത്താൻ വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയിരുന്നതാണ്. വടകരയിൽ നിന്ന് എന്തായാലും അറസ്റ്റിലായിരിക്കുന്നു. നിലവിൽ അർജുൻ, എപ്പോഴാണ് ഈ അറസ്റ്റ് സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിലേക്കോ എത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഷിംജിതയെ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത്. FIR തയ്യാറാക്കിയതിന്റെ അനുസരിച്ചിരിക്കും കാലാവധിയും കാലയളവും ഒക്കെ. എന്തായാലും അവളെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കുന്നമംഗലം പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. പ്രതിഷേധ സാധ്യത ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു എവിടെയും അറിയപ്പെടാത്ത അല്ലെങ്കിൽ അധികം ആളുകളുടെ ശ്രദ്ധ പതിയാത്ത ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണം തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം കേരളക്കര മൊത്തത്തിലൊന്നും ഞാൻ പറയുന്നില്ല. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന തന്റെ ജീവിതം വരെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവളെ ജയിൽക്കുള്ളിൽ അഴിക്കുള്ളിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ ആ സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കലെ പോലെയുള്ള ചില ജന്മങ്ങളുണ്ട്. ഇവളെ സപ്പോർട്ട് ചെയ്ത് ഇവളുടെ കൂടെ നിൽക്കുന്ന ചില ജന്മങ്ങൾ. ഒരു കുടുംബത്തെയാണ് അവൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഒരു കുടുംബത്തെ അവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അവൾക്ക് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്ത് കൂട്ടിയ ഈ ഒരു ദുഷ്ടപ്രവർത്തിക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നതും ഇതൊന്നും അറിയാത്ത രണ്ട് പാവം ജന്മങ്ങളുണ്ട്. ദീപകിന്റെ വീട്ടില് ദീപകിന്റെ അച്ഛനും അമ്മയും ഒരു കുടുംബമാണ് അവൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതിനുള്ള കടുത്ത ശിക്ഷ തന്നെ ഇവൾക്ക് കിട്ടണമെന്ന് നമ്മളെ പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ എന്തു പറയാനാ, അവിടെയും നമ്മുടെ നിയമം ഒരുപക്ഷെ ഇവൾക്കൊക്കെ തുണയായേക്കാം. തെളിവില്ല, ഇവൾ ഉപയോഗിച്ച ഫോണ് നശിപ്പിച്ചവള് കളഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ വെറുതെ വിടും. ഇപ്പൊ ഇവളെ കൊയിലാണ്ടിയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കും. അത് കഴിഞ്ഞ് ഇവളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. കോടതിയിൽ തെളിവില്ലാതെ കൊണ്ടുപോയിട്ട് എന്തിനാ, വെറുതെ വിടാനോ? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ തുറന്നു പറയാണ്. ഇവൾക്ക് പരമാവധി ശിക്ഷ. അവള് ഒരു കുടുംബമാണ് നശിപ്പിച്ചിരിക്കുന്നത്, ഒരു കുടുംബത്തെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇവളുടെ ആയുഷ്കാലം മുഴുവനും ജയിലിൽ കഴിഞ്ഞാലും ഒരു തെറ്റും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ശിക്ഷയെങ്കിലും കൊടുക്കണം എന്നാണ്. പക്ഷേ എൻ്റെ ഒരിക്കലും നടക്കാത്ത സ്വപ്നം മാത്രമായി ഇത് മാറിയേക്കാം. ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയവൾക്ക് ഒരു കുടുംബത്തിന്റെ വില എന്താണെന്ന് ഇവർക്ക് അറിയുമെന്ന് അറിയില്ല. ഇവളുടെ ഭർത്താവിനെയും കുടുംബത്തെ ഉപേക്ഷിച്ച് ഇവളൊരു നാട്ടിൽ വന്ന് നിൽക്കുന്നത്. ഇവള് കഴിഞ്ഞ ദിവസം ഷിംജിത മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവൾ പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഇവളുടെ ഫോട്ടോയാണ്, ഇവളുടെ വീഡിയോ ആണ്. ഷിംജിത ആഗ്രഹിച്ച പോലെ ഇപ്പൊ ഇനി ഇവൾ അറിയാത്തതായിട്ട് ആരുമില്ല. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലുള്ളവർ വരെ ഇതിന്റെ കമന്റുമായിട്ട് വരാണ്. തമിഴിലൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് അത്രത്തോളം അവള് ഫേമസ് ആയി കഴിഞ്ഞു, അവള് വൈറലായി കഴിഞ്ഞു. അവളുടെ ആഗ്രഹം പോലെ അവള് വൈറലായി കഴിഞ്ഞു. പിന്നെ അവളെ ഫോളോ ചെയ്യാനും ഒരുപാട് നരമ്പ് രോഗികളും ഉണ്ട്. ആഗ്രഹം സാധിച്ചു. പക്ഷെ അവളിപ്പോ കസ്റ്റഡിയിലാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ നിയമത്തിന്റെ കയ്യിലാണ്. ഒരു സ്ത്രീ ആണെന്നുള്ളൊരു പരിഗണന അവിടെ കാണിക്കരുത്. ഇതേ ഒരു സ്ത്രീയുടെ കണ്ണീരാണ് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അമ്മയും സ്ത്രീയാണ്. തന്റെ മകന്റെ ചേതനറ്റ ശരീരം കണ്ട് പൊട്ടിക്കരയുന്ന അമ്മയുടെ കണ്ണീരിന് വില കൊടുത്തേ മതിയാവും. നീതി അവിടെയും കണ്ണടയ്ക്കാതെ ഇരിക്കട്ടെ. പിന്നീട്
കോടതിയിലേക്ക് ഹാജരാക്കുന്ന നടപടികളിൽ ഉൾപ്പെടെ കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഷിംജിത, ഏറ്റവും പ്രധാനമായിട്ട് ഷിംജിത ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കും എന്നുള്ള മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയായിരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അർജുൻ, ഇതിൽ പോലീസ് അന്വേഷണത്തിൽ തന്നെ പോലീസിന് അവരുടെ ഫോൺ ലഭിക്കേണ്ടതുണ്ട്. ആ വീഡിയോ ചിത്രീകരിച്ച ഫോൺ, കാരണം അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും അത് പോലീസിന് പരിശോധിച്ച ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വരും. ഫോൺ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. മറ്റു മൊഴികളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ബസ്സിൽ ആ സമയത്ത് ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന യുവതികളെ അടക്കം. ഈ പ്രതിയുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നറിയാമോ? ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ആ മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഷിംജിതക്ക് പുറത്ത് ചാടാനുള്ള ഒരു വലിയൊരു അവസരം കൂടിയാണ്. ഒരുപക്ഷെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയവള് ഒരുപക്ഷെ അതും ആ മൊബൈലും തല്ലിപ്പൊട്ടിച്ച് നശിപ്പിച്ച് കളയാനോ സാധ്യത തള്ളിക്കളയാനാവില്ല. ഇപ്പൊ ആരുടെ ഫോണിലാണ് ഈ വീഡിയോ ഇല്ലാത്തത്? എല്ലാവരുടെ കയ്യിലുണ്ട് ആ വീഡിയോ സഹിതം. എല്ലാവരും റിയാക്ട് ചെയ്യുന്നതും ആ വീഡിയോ സഹിതം തന്നെയാണ്. വീഡിയോ ഉണ്ടെങ്കിൽ പോലും പോലീസിന് ആ ഏത് ഫോണിലാണോ ഷൂട്ട് ചെയ്തത് ആ ഫോണിൽ തന്നെ, ഏത് ഫോണിലാണോ അപ്ലോഡ് ചെയ്തത് ആ ഫോണിൽ തന്നെ വേണം. അത് നിർണായകമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെയൊക്കെ വെറുതെ വിട്ടേക്കാം. ഷിംജിതയെ പോലെ അല്ലെങ്കിൽ അപ്സയെ പോലെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇനിയൊരു അപ്സയും ഇനിയൊരു ഷിംജിതയും നമുക്കിടയിൽ പാടില്ല. അതിനുവേണ്ടി തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇപ്പൊ അപ്സയുടെ പേരിലും കേസും കാര്യങ്ങളൊക്കെ അവൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഷിംജിതക്ക് കൊടുക്കുന്ന ശിക്ഷ പോലെ തന്നെ അത്തരത്തിലല്ലെങ്കിൽ പോലും ഏതാണ്ട് ഇനി എങ്ങനെ ഒരാളെ മാനം കെടുത്തരുത്, മാനനഷ്ട കേസ് കൊടുത്ത് അതിന്റെ എമൗണ്ട് അപ്സയിൽ നിന്നാണെങ്കിൽ പോലും അത് ഈടാക്കണം. എങ്കിൽ മാത്രമേ ഇവരൊക്കെ ഇതൊക്കെ നിർത്തുകയുള്ളൂ. ഇതൊക്കെയാണ് നമ്മളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തായിരിക്കും നടക്കുക? തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെയൊക്കെ വെറുതെ വിടാം. മാത്രമല്ല ഇവളൊരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണന കിട്ടുന്ന ഒരു നാടാണ് നമ്മുടേത്. ആ കാര്യത്തിലൊക്കെ വളരെ സന്തോഷം തന്നെയുള്ളൂ. പക്ഷെ അതൊക്കെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് ഒരുപക്ഷെ നാളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇനി എന്ത് ചെയ്യും? ഇവളൊക്കെ തന്നെയാണ് അത് ഇല്ലാതാക്കുന്നത്. അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വരും മുകേഷ് എല്ലാവരും കൂടി പോയിട്ട് ദീപകിന്റെ വീട്ടിൽ പോയി പൈസ എല്ലാം കൊടുത്തു. 3 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടുണ്ട്. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ അമ്മ പൈസ വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് 2 പേരാണ് പ്രധാനമായിട്ട് രണ്ട് പേരാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസൽ ഉണ്ട്. 2 ഹീലർ അബ്ദുള്ള എന്ന് പറയുന്നതുണ്ട്. ഇവിടെ വെച്ച് അതെ, അദ്ദേഹം ദുബായിലുള്ള ഫാസ്റ്റ് ലൈൻ മോനെ പോലെ പൈസ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മേനോട് പറയാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇതൊന്നും കൊടുക്കുക. എണീക്കണം, അങ്ങനെ ഞാൻ എണീ രണ്ടുപേരും കൂടെ ഒന്ന് എഴുന്നേക്കുകയാണെങ്കിൽ ഒന്നിനും പകരമാവില്ലെന്ന് അറിയാം. പക്ഷേ നമ്മളൊരു തുടർന്നുള്ള ജീവിതത്തിനൊരു താങ്ങ് അത്രേ ഉള്ളൂ. ഇപ്പൊ മോഹൻ പോയതിന്റെ ഒരു ദുഃഖം അനുഭവിക്കരുത്. ഒരിക്കലും ഈ പൈസ എന്ന് പറയുന്നത് ആ മകന്റെ ജീവനുള്ള വിലയല്ല. അവരെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം. രാഹുൽ ഈശ്വറിനോട് ഒരുപാട് റെസ്പെക്ട് തോന്നുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ മാത്രമല്ല, ആ അനാഥമായ കുടുംബത്തിന് താങ്ങായി നിൽക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, വളരെ റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നുന്നു. ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യം ഇനി എന്താണ് ശിക്ഷ എന്നുള്ളത്, ഒരുപാട് വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നു. നമുക്കത് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.